നമുക്കിന്ന് വിഭവസമൃദ്ധമായ ഒരു സദ്യ ഉണ്ടാക്കിയാലോ? സാമ്പാർ റെഡിയാക്കാമേ. സാമ്പാറിനുള്ള ഇത്രയും ഐറ്റം ഞാൻ ഇട്ടിട്ടുണ്ട്. ഇതൊന്ന് വറുത്തെടുക്കാൻ പോവാണേ. ലേശം വെളിച്ചെണ്ണ ഒഴിക്കുന്നത്, പരിപ്പ് വേവിക്കാൻ പോവാണേ. സാമ്പാറിനുള്ള പച്ചക്കറി എല്ലാം കൂടെ വേവിക്കാൻ പോവാണേ. വെണ്ടയ്ക്ക ഇതിലിടില്ല, നമ്മളിത് വഴറ്റിയെടുക്കുവേ. അവിയലിൻ്റെ ഐറ്റം എല്ലാം ഇതിലിട്ട് വേവിക്കാൻ പോവാണേ. അവിയലിനുള്ളതാണ്, അരച്ചിട്ട് വരാം. അവിയലിൻ്റെ കൂടെ അരപ്പൂട് ഒഴിച്ച് എല്ലാത്തിനോടുള്ള കടുവ് പൊട്ടിക്കുകയാണേ. പച്ചടി ഉണ്ടാക്കാൻ പോവാണേ. പൈനാപ്പിൾ പച്ചടിയാണേ. പച്ചടിക്കുള്ള അരപ്പൊഴിക്കുകയാണ്. ആവശ്യത്തിന് ഉപ്പിടുന്നുണ്ട്. ഇതിലുള്ള തൈര് ഒഴിക്കുന്നത്. അപ്പോൾ നമ്മുടെ പച്ചടി റെഡി ആയിട്ടുണ്ട്. ഇത് എല്ലാത്തിനോടുള്ള കടുവ് പൊട്ടിച്ചാണ്. അവിയലിനുള്ള തൈരൂട് ഒഴിക്കുന്നത്. സ്ലോവിൽ കുറച്ച് നേരം വെന്തോട്ടെ. ഓക്കെ, തോരനുള്ള ഐറ്റങ്ങളാണ് ഈ കാണുന്നതൊക്കെ. ഇതുള്ളി വെള്ളം ഒഴിക്കുന്നത്. സാമ്പാറിനും രസത്തിനുമുള്ള തക്കാളിയാണ്. ഇതാദ്യം വേവിച്ചെടുക്കുമേ, കാണിക്കാം. ഇത് നമ്മൾ എടുത്ത തക്കാളിയാണേ. അപ്പം ഞാൻ എടുക്കുവേ. തക്കാളി എടുത്തിട്ട് നമ്മളിത് സാമ്പാറിൻ്റെ അരപ്പിൻ്റെ കൂടെ അരച്ചെടുക്കുവേ. ഈ വെള്ളം വന്നിട്ട് നമ്മൾ രസം ഉണ്ടാക്കുവേ. നമ്മുടെ തോരൻ റെഡി ആയിട്ടുണ്ട്. കാളനുള്ളതാണേ. ഒരു 3/4 പഴമായതാണേ. ഓക്കെ, അരച്ച അരപ്പും അവിടെ അടുപ്പത്തിടാൻ പോണേ. നമ്മുടെ അവിയൽ റെഡി ആയിട്ടുണ്ട്. ഒരു ലേശം പച്ച വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട്. നമ്മുടെ കാളൻ വേവാറായി. നമുക്ക് തൈരൂട് ഒഴിക്കാമേ. ചെറുപയർ പായസമാണേ. ചെറുപയർ നമ്മളൊന്ന് വറുത്തെടുത്തിട്ടുണ്ട്. ഓക്കെ, തേങ്ങാപ്പാലുണ്ട്, ശർക്കര ഉരുക്കിയതുണ്ട്, അണ്ടിമുന്തിരി എല്ലാം കൂടെ മിക്സ് ഉള്ളത്. ഓക്കെ, ആദ്യം ഇത് വേവിച്ചിട്ട് വരാമേ. സാമ്പാറിനുള്ള പരിപ്പാണേ വേവിച്ചത്. സാമ്പാറിനുള്ള കഷ്ണങ്ങളാണ്, അതും പരിപ്പിൻ്റെ കൂടെ ഇടുകയാണേ. തക്കാളിയാണ് സാമ്പാറിനകത്ത് ഇടാനുള്ളത്. സാമ്പാറിൻ്റെ അരപ്പിൻ്റെ കൂടെ ഇത് അരച്ചെടുക്കും. നമ്മുടെ സാമ്പാറിൻ്റെ അരപ്പും കൂടെ ഒഴിക്കാൻ പോകണേ. സാമ്പാറിലുള്ള പുളി, ഒരു ചെറിയ കഷ്ണം വെല്ലം. ഓക്കെ, ഇതൊന്ന് പിഴിഞ്ഞതിലൊഴിക്കാൻ പോകണേ. നമ്മൾ വഴറ്റി വെച്ച വെണ്ടയ്ക്ക ഇതിലിടുകയാണേ. കൂട്ടുകറിയാണേ. കായ്, ചേന, കടലപ്പരിപ്പ് കൂട്ടുകറിക്കുള്ള ഇതൊന്ന് അരച്ചിട്ട് വരാമേ. ഓക്കെ, അരപ്പൂട് ഒഴിക്കുകയാണേ. ഓലനുണ്ടാക്കാൻ പോവാണേ. തേങ്ങാപ്പാൽ, കായും ചേനയുടെയും കൂടെ കടലപ്പരിപ്പ് കൂടി ഇടുകയാണേ. ഇഞ്ചിപ്പുളിയാണേ. ഇഞ്ചിപ്പുളിക്കുള്ള പുളി വെള്ളത്തിലിട്ടിട്ടുണ്ട്. ബാക്കി കാണുന്നില്ല. നമ്മുടെ ഓലൻ്റെ മത്തൻ റെഡി ആയിട്ടുണ്ട്. നമ്മൾ പച്ചമുളക് ചതച്ച് ഇടുകയാണേ. കുറച്ച് തേങ്ങാപ്പാൽ. ഓക്കെ, നമ്മുടെ ഓലൻ റെഡി ആയിട്ടുണ്ട്. ഓക്കെ, ഇഞ്ചിപ്പുളിക്കുള്ള ലേശം എണ്ണ ഒഴിക്കുന്നു. ഇഞ്ചിയും പച്ചമുളകും, ഇഞ്ചിപ്പൊടിയുടെ പുളിയാണേ, പിഴിഞ്ഞതാണ്. അതുകൂടെ ഒഴിക്കാൻ പോവാണേ. ഇതിലേക്ക് ആവശ്യമുള്ള വെല്ലം കൂടെ ഇടുകയാണേ.
നമ്മുടെ ഇഞ്ചിപ്പുളി റെഡി ആയിട്ടുണ്ട്. ഓക്കെ, ഇത് ഉപ്പേരിക്കുള്ളതാണേ. ഇതിനകത്ത് മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ടിട്ടുണ്ട്. ഇതിന് ഇത് കഴുകിയെടുത്തിട്ട് വറുത്തിട്ട് വരാമേ. ഓക്കെ, ലേശം മാങ്ങാച്ചാർ ഉണ്ടാക്കാമേ. മാങ്ങാച്ചാർ ഉണ്ടാക്കാൻ പോകണേ. എണ്ണ ഒഴിച്ചു, കടുക് പൊട്ടിക്കാൻ പോവാം. ഇഞ്ചി വെളുത്തുള്ളി ഇടാമേ. ബാക്കിയെല്ലാം കൂടെ ഇടുവാണ്. നമ്മുടെ മാങ്ങാച്ചാർ റെഡിയാണ്. ഇതിനകത്ത് ലേശം വിനാഗിരി ഒഴിക്കുന്നുണ്ട്. കായമാണ്. ഓക്കെ, ഇത് നമ്മൾ തക്കാളി രസം ഉണ്ടാക്കാൻ പോവാണേ. തക്കാളിയുടെ വെള്ളം. ഓക്കെ ഓക്കെ, നമ്മുടെ രസത്തിനാണേ. വെള്ളം കൂടെ ഒഴിക്കുകയാണേ. കുറച്ച് മല്ലിയില, കറിവേപ്പില, ഒരു നുള്ള് ഉലുവ ഇടുകയാണ്. പൊടി. നമ്മുടെ രസം റെഡിയായിണേ. സാമ്പാറിൽ കായപ്പൊടി ഇപ്പോഴാണ് ഇട്ടത്. ഓക്കെ, ചെറുപയർ വേവിച്ചതാണേ. നമ്മൾ പായസത്തിനാണ്. അതിനും ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ചേർക്കണം. ഓക്കെ, ഇതിൽ ഏലക്കായും ചുക്കും കൂടാണേ. ഇത്ര മതി കേട്ടോ. ഓക്കെ, ഇനിതാ അണ്ടി മുന്തിരി വറുത്തതാണേ. നെയ്യ് ഒഴിക്കണേ. കുറച്ച് മതി. ഓക്കെ, ഒരു 2 ഗ്രാം ഉപ്പ്. നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ട്. ക്ക് വെല്ലം ഒരുക്കിയിട്ടുണ്ട്. പിന്നെ കായ വറുത്തതും കൂടി ഇടാൻ പോവാണേ. ഇതിലോട്ട് നമ്മൾ 1 സ്പൂൺ അരിപ്പൊടിയോ ഗോതമ്പ് പൊടിയോ, ഇതിപ്പോൾ ഗോതമ്പ് പൊടിയോ കേട്ടോ. ചുക്ക് ഏലക്കായും പൊടിച്ചതിൻ്റെ കുറച്ച്. അപ്പോൾ സദ്യ റെഡിയായി. ഞാൻ കഴിക്കുകയാണ്. സൂപ്പറാണ്. നിങ്ങളിത് സേവ് ചെയ്ത് വെച്ചോ. നിങ്ങൾക്ക് ഓണത്തിന് ട്രൈ ചെയ്യാം. ഓക്കെ, താങ്ക് യു.